അങ്ങനെ ഞങ്ങൾ താണ്ടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ കാണിച്ചു തരാം. അപ്പോൾ അതേ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സാറുമാരാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വൈഷ്ണവി മാതാ ടെമ്പിളിനകത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് എടുക്കണം. ഒരു ID കാർഡ് പോലെ എന്തൊരു സംഭവമുണ്ട്. ഇത് കാശ്മീർ സൈഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ജമ്മു കാശ്മീർ സൈഡ് ആയതുകൊണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര ചെക്കിങ് ആണ് കാര്യം. അങ്ങനെ നമ്മളിത് നടന്നു വരുന്ന വഴിക്ക് നമുക്ക് 2 കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് വേണ്ടേ, ഇവർ 2 പേരുമാണ് കേട്ടോ. അങ്ങനെ ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ വേണ്ട ഞങ്ങൾ 3 പേര് കൊടി തറയെന്ന് തൊട്ട് കയറി അങ്ങനെ നമ്മളിത് വേണ്ട ഇവിടുന്ന് ഇറങ്ങാണ്. നമ്മൾ വേണ്ട നമ്മുടെ അച്ഛനും അമ്മയൊക്കെ താമസിച്ചിരുന്നെടുത്തു നിന്ന് ഇവർക്ക് എല്ലാവർക്കും ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ബൈ 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 ബൈ. വേണ്ടേ എൻ്റെ 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 പെണ്ണ് ബൈ ബൈ ബത്താവോ. बाय करो बाय मुंह से बोलो बाय 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 बताओ बाय नन्नू ऐसे करो. अरे उदास हो गया. കുഞ്ഞു വിഷമത്തിലാണ്. ഞാൻ പോകുന്നതിന് ഭയങ്കര സങ്കടമാണ് എൻ്റെ കൊച്ചുവാവയ്ക്ക്. അപ്പോൾ വേണ്ട ഞങ്ങൾ എന്നെ അങ്ങോട്ട് വണ്ടിയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും ബോർഡർ വരെ. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് വിശേഷങ്ങൾ പുറമെ കാണാം. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം ബോർഡർ വരെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ബാക്കി ലിഫ്റ്റൊക്കെ അടിച്ച് നമുക്ക് സെറ്റപ്പായി പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അവിടം വരെ എത്തട്ടെ. അങ്ങനെ തന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള ലൊക്കേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുഞ്ഞാവ് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എനിക്കവിടെ ബൈ കാണിക്കുന്നുണ്ട്. ടാറ്റാ. അപ്പോൾ നമുക്ക് ഇറങ്ങി ഇനി മുന്നോട്ട് പോവാം. ബൈ പറഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് നല്ല വിഷമമായി. കാര്യം ഇത്രയും ദിവസം എന്താ പറയുക, എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഞാൻ അവിടെ നിന്നതും. അത്രയും കാര്യമായിട്ട് തന്നെ കേട്ടോ എന്നെ നോക്കിയതൊക്കെ. സത്യം നല്ല വിഷമമുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് പോയല്ലേ പറ്റും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊന്നും ലെഫ്റ്റ് കിട്ടിയില്ല. നമ്മുടെ ഇറങ്ങി നടന്നു തുടങ്ങി. ഇനി അടുത്ത വണ്ടിയെല്ലാം കൈയൊക്കെ കാണിച്ച് നോക്കട്ടെ. ഇങ്ങനെ വണ്ടി നിർത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ലിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് അവിടെ എത്തുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എവിടെയെങ്കിലും സേഫായിട്ടുള്ളൊരു സ്പോട്ട് നോക്കിയിട്ട് വേണം നമുക്ക് സ്റ്റേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം വല്ല വണ്ടി ലിഫ്റ്റ് കിട്ടുമോ നോക്കാം. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വണ്ടി. ചേട്ടന്മാർ പക്ഷേ ഇവിടെ പോകത്തില്ലാണ്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ബ്രദർ നെയിം? അലി ഹസൻ. അലി ഹസൻ. ഓക്കെ. അപ്പോൾ ചേട്ടൻ എനിക്കിപ്പം ചായയും പിന്നെ ഫുഡും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അവിടെ എന്നിട്ട് വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. നമ്മൾ ആദ്യം ചിലപ്പോൾ വൈഷ്ണവി ദേവി ടെമ്പിളിൻ്റെ അടുത്തോട്ടായിരിക്കും ആദ്യം പോകുന്നത്. ഇവർ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മിക്കവാറും വൈഷ്ണവി ദേവി ടെമ്പിൾ ആയിരിക്കും. വൈഷ്ണവി ദേവി ടെമ്പിൾ ഒരു ട്രക്കിംഗ് ഉള്ളൊരു സ്പോട്ടാണ്. കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് മലമുകളിൽ കയറി പോകേണ്ട ഒരു ദൈർഘ്യമേറിയ ട്രക്കിംഗ് ഉള്ളൊരു സ്പോട്ടാണ്. നമുക്ക് അന്നേരം എന്തായാലും ആദ്യം വൈഷ്ണവി ദേവി ടെമ്പിളെങ്കിൽ വൈഷ്ണവി ദേവി ടെമ്പിൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ താണ്ടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. കണ്ടോ, റൊട്ടി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞങ്ങളുടെ ഗ്യാസ് ഒന്ന് തീർന്നു പോയായിരുന്നു. പിന്നെ റീഫിൽ ചെയ്യാൻ വേണ്ടി ചേട്ടൻ പോയിട്ട് വന്നത്. ഞങ്ങൾ ഇവർ 2 പേരുണ്ട് കേട്ടോ. ഇതാ അവിടെ കറി ഉണ്ടാക്കി വെച്ചപ്പോ എനിക്ക് വേണ്ടി വേണ്ട ഒരു പെപ്സി ഒരു തംസപ്പ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചേട്ടൻ. നല്ല അങ്ങനെ ഇത്ര നല്ല മനുഷ്യരൊക്കെ ഇങ്ങനെ കമ്പനി ആവാൻ പറ്റുന്നു എന്നുള്ളതും ഇവരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു യാത്ര കൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റും. അതാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു അനുഗ്രഹവും. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 11:45 സമയമായിട്ടുണ്ട് രാത്രിയിൽ. ഇതാ ഞങ്ങൾ വന്ന വണ്ടിയാണ് കൊണ്ട് അവിടെ ബാക്കിലാണ് മിന്നി കളിക്കുന്നത്. വേണ്ട ചേട്ടന്മാരിത് ഇവിടെ നിൽപ്പുണ്ട് 2 പേര്. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇവിടുന്ന് ഇനി ഒരു 10-12 കിലോമീറ്ററിന് അടുത്തങ്ങാണ്ടേ ഉള്ളൂ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് വൈഷ്ണവി ദേവി ടെമ്പിളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഇന്ന് രാത്രി ഏതെങ്കിലും അമ്പലത്തിലോ വല്ലതും ഒന്ന് സ്റ്റേ നോക്കണം. കാലിന് നല്ലൊരു പെയിൻ ആണ്. ഞാനിപ്പോൾ അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പെയിൻ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. കാലിനൊരു ചെറിയ വേദന. എന്നാലും കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വന്ന കടയിലെ ചേട്ടന്മാരാണ്. അതുകൊണ്ട് ഇവിടുന്ന് കണ്ടോ തീ കഴിയുന്ന പരിപാടി നോക്കിയേ. വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക. അവിടെ ചേട്ടന്മാർ 2 പേരും അവിടെ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തായാലും കാലിന് നല്ലൊരു വേദനയുണ്ട്. എന്താണെന്നൊരു പിടുത്തവും ഇല്ല. ഈ ഒരു ഭാഗത്തായിട്ട്
അതുകൊണ്ട് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമ്മുടെ ജമ്മുവിലെ ഒരു ടണലിലോട്ടാണ് കേട്ടോ. കട്രയിലെ ടണലാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചപ്പോണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കം യു. ഇതാ നമ്മളിതാ അതിനകത്ത് ഓടി ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുക. നമുക്ക് കൊള്ളാല്ലേ, അടിപൊളി ടണല്. അതുകൊണ്ട് ഇത് നോക്കാണ്ട് നമ്മുടെ 3ാമത്തെ ടണലാണ് കേട്ടോ ഇത്. 1, 2, 3 അങ്ങനെ 3 ടണലായിട്ടാണ് ഇത്. ഇത് അത്യാവശ്യം വലിയ ടണലാണ്. എന്തായാലും ഈ ടണലൊരു അടിപൊളി സംഭവം തന്നെ കേട്ടോ. കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ ടണല്. നല്ല ലെങ്തിലാണ്. നല്ല ലെങ്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്തിലാണ്. ഇതിപ്പോ 3ാമത്തെ ടണലിലാണ്. നോക്കിയേ ഇതുമേ ദൂരം ഉണ്ടോന്ന് നോക്കിയേ. നമ്മുടെ കട്രയിലോട്ട് നമ്മൾ തിരിയാനായിട്ട് പോവാണ്. കട്രയിലാണ് നമ്മുടെ വൈഷ്ണവി ദേവി ടെമ്പിൾ ഉള്ളത്. അന്നേരം നമുക്കിനി ഇവിടെ അങ്ങോട്ട് പോകണം. ചേട്ടൻ എന്തോ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. മാപ്പ് നോക്കുകയാണെന്ന് തോന്നുന്നു. അവർക്കും പോകേണ്ട വഴി ഏകദേശം അതേ റൂട്ട് തന്നെയാണ്. അങ്ങനെ അതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ സമയമായി. കണ്ടോ ചേട്ടന്മാർ 2 പേരും ഉണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷം ഇറങ്ങിയിട്ടാണ്. നടുറോഡ് വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് തറലോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ചേട്ടന്മാർക്ക് ബൈ പറയാം. താങ്ക് യു ഭയ്യ. ഓക്കെ ബൈ ബൈ. താങ്ക് യു. ഓക്കെ താങ്ക് യു. അങ്ങനെ എന്നെ വിട്ടിട്ട് അവർ അങ്ങോട്ട് പോകുന്നു. നമുക്കവിടെ ആർമിക്കാരൊക്കെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് പോയിട്ട് ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ അതേ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സാറുമാരാനായിട്ടോ. താങ്ക് യു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു ചൗക്ക് വരുന്നുണ്ട്. അവിടുന്ന് അവിടെ നിഹാരിക ഭവൻ അവിടെ ചോദിച്ചാൽ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടുമെന്നാണ് സാറുമാർ പറഞ്ഞത്. ഓക്കെ ബൈ ബൈ. താങ്ക് യു. അങ്ങനെ നമ്മൾ അതുകൊണ്ട് രാവിലെ കണ്ട വൈഷ്ണവി മാതാ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവാണ്. ട്രക്കിംഗ് ഉണ്ട്, നല്ലൊരു ട്രക്കിംഗ് ഉണ്ട് മുകളിലോട്ട് കയറാൻ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ബാഗ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് ഇന്നലെ കുറച്ച് ചേട്ടന്മാർ സഹായിച്ചുകൊണ്ട് നിൽക്കാനൊക്കെ സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ തന്നെ ബാഗും എല്ലാം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങിയേക്കാണ്. നേരെ നമുക്ക് നേരെ മുന്നോട്ട് പോവാം. നമ്മൾ വൈഷ്ണവി മാതാ ടെമ്പിളിനകത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് എടുക്കണം. ഒരു ID കാർഡ് പോലെ എന്തൊരു സംഭവമുണ്ട്. നമ്മുടെ ആധാർ കാർഡ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം നമ്മൾ കാർഡ് എടുക്കാൻ. അതിനുശേഷം മാത്രം നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ നിന്നാണ് കാർഡ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളകത്ത് പോയി എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ID കാർഡാണ് കിട്ടുന്നത്. ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ആധാർ കാർഡ് കൊടുക്കുന്നു, അവർ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ ഈ ആധാർ കാർഡിന് ഫോട്ടോ എടുക്കാൻ പോകത്തില്ല, അത് കൂട്ടത്തൊരു സെറ്റപ്പ്. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ID കാർഡ് കിട്ടും. ഇത് ഇട്ടിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ. അങ്ങനെ അത് നമുക്ക് കണ്ട ഈ ഒരു ചേട്ടനാണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു തന്നത്. ഇവിടെ വന്ന വഴിക്ക് എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പുള്ളിയാണ്. എന്തായാലും ആ പുള്ളി ഇപ്പം എന്നെ വിളിച്ചിട്ട് പോകും. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കട്ടെ എന്താ സംഭവം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസാദമൊക്കെ മേടിച്ചു. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ട്. പ്രസാദിൻ്റെ കാര്യമൊക്കെ പറയാനായിരുന്നു. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പ്രസാദം. ഇതാ നോക്കി, ഇതാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പ്രസാദം. 3 ദേവിമാരുണ്ട്. 3 ദേവിമാർക്കും വേണ്ടിയിട്ട് ഓരോന്ന്. അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്കിനി മുകളിലോട്ട് പോകണം. നമ്മൾ ഇതുവഴി ഇവിടുന്ന് തിരിച്ചിറങ്ങി ഇവിടുന്ന് ലെഫ്റ്റ് പോയി ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നതിനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നോക്കി നല്ല ക്യൂ ആണ് കേട്ടോ. നല്ല തിരക്കാണ് അകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും ഈ ക്യൂ നിന്ന് വേണം നമുക്ക് അകത്തോട്ടേക്ക് കയറാൻ. നമുക്ക് എന്തായാലും മുന്നോട്ട് നീങ്ങാം. നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ നേരമായി കേട്ടോ. നോക്കി ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ട് കയറി പോകേണ്ടത്. രക്ഷയില്ലാത്ത ക്യൂ. അത്യാവശ്യം നല്ല ടൈറ്റ് ചെക്കിങ് ആണ്. നമുക്ക് ബാഗ് കാര്യങ്ങളെല്ലാം ചെക്കിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് നമ്മുടെ ദേഹപരിശോധന നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ബാഗിനകത്ത് DSLR ക്യാമറ അങ്ങനെയുള്ളത് കൊണ്ടുവരുന്നവർ സൂക്ഷിക്കുക, അത് അലോ ചെയ്യത്തില്ല. GoPro ഫോൺ ഇതെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ മണ്ടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല രീതിയിലുള്ള ഇത് അവൈലബിൾ ആണ്. കാര്യം കുതിരപ്പുറത്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഡോളി പോലത്തെ ആ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അങ്ങനെ പലതരം പരിപാടികളുണ്ട്. അതിനൊക്കെ പ്രത്യേകം ചാർജുകളാണ്. അതും കൂടെ ആലോചിച്ചോളുക. അപ്പോൾ നമ്മൾ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ആണ്. ഏകദേശം 10:45 ആയപ്പോൾ നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. നമ്മളിപ്പം മണ്ടക്കോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അവിടുത്തെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 3/4 മണിക്കൂർ അപ്പോഴേ പോയി. അപ്പോൾ 11:45 ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രക്കിങ്. ഇനി ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ എത്ര മണിയാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം നല്ല ട്രക്കിംഗ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് സത്യമാണ് കേട്ടോ. ഒരു 3-4 മലയോട് അടുപ്പിച്ച് കയറി പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ മുകളിലെത്തുമ്പോൾ ഒരു സമയമാവുമെന്നാണ് പറയുന്നത്. പിന്നെ നല്ല കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല കട്ടിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ദൂരം വന്നു.
ഇവിടെ ഇരിക്കുന്നിടത്ത് നേരെ നോക്കുമ്പോൾ അങ്ങ് അവിടെ ഒരു അമ്പലം കാണുന്നുണ്ടൊരു വെള്ളം ഒരു ഇതുപോലെ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അയ്യോ കുറേ ഉണ്ട് പോകാൻ. ഒരു 3.5-4 മണിക്കൂറിനടുത്തുള്ള ട്രക്കിംഗ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. നല്ല 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 അടിപൊളി സ്ഥലം. കയറി വരുന്ന വഴിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും കേട്ടോ. ഒരു ദേവീക്ഷേത്രമാണ്. ഇവിടെ നിന്ന് ഇനി ഒരുപാട് മുകളിലോട്ട് പോകാണ്ട് കയറി വരുന്ന ആദ്യം കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. പിന്നെ ഇനി ബാക്കിയെല്ലാം അങ്ങ് മുകളിലാണ്. നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് നേരെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഇത് കേട്ടോ. വരുന്ന വഴിയിൽ ഇതും ദേവി പ്രതിഷ്ഠ തന്നെയാണ് ഇതിനകത്തും. അതൊക്കെ വീഡിയോ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കയറി ഏകദേശം കുറേ ടോപ്പിലെത്തുമ്പോൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. മൊത്തം മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീര വ്യൂ. ഇനി നമുക്ക് വീണ്ടും മണ്ടക്കോട്ട് പോകാം. കടഞ്ഞ് നല്ല ട്രക്കിങ്ങാ, കുറേ ഉണ്ട് നടക്കാൻ. അങ്ങനെ നടന്ന് നമ്മൾ ഒന്ന് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്, മൊത്തം എത്തിയിട്ടില്ല. എന്നാലും എന്താ വരുന്ന വഴിക്കാണ്ട് ഇതൊക്കെ നോക്കി, ഇത് ബ്യൂട്ടി ആണെന്ന് നോക്കി. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിരവധി ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ട്. മലയുടെ മുകളിലൊരു വേറൊരു ക്ഷേത്രം പോലൊരു ഇതൊക്കെ ആയിട്ടും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അടിപൊളി. പക്ഷേ ട്രിപ്പ് ഭയങ്കര ട്രക്കിങ് ഭയങ്കര കാഠിന്യമേറിയതാണ്. നടന്ന് ഉപ്പാട് വരും. കാര്യം കയറ്റമാണ്. ഇതുണ്ടോ ഫുള്ള് ഇങ്ങനെ കയറിയാണ് പോകുന്നത്. മിക്കൊരു വടിയും കുത്തിയൊക്കെയാണ് നടന്നു പോകുന്നത്. നമ്മളൊരു മണ്ടത്തരം കാണിച്ചത് നമ്മുടെ കയ്യിരിക്കുന്ന ഹൈക്കിംഗ് ബോൾ എടുക്കാൻ നമ്മൾ വിട്ടുപോയി. നമ്മളതിനെപ്പറ്റി ആലോചിച്ചില്ല. പക്ഷെ ഹൈക്കിംഗ് ബോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നേനെ. അങ്ങനെതാ അവിടാണ് നമുക്ക് എത്തേണ്ടത്. ഇനിയും എന്താ ഇച്ചിരിയും കൂടെ പോകാനുണ്ട്. നല്ല കയറ്റം. കയറി നല്ല സുഖം. അങ്ങനെ ചെക്ക് പോസ്റ്റും ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പുറത്തോട്ടിറങ്ങി. കണ്ട ഇതുവഴി നമ്മൾ നേരെ ഇപ്പോൾ കയറി മണ്ടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ അടിപൊളി ഒരു സ്കൈയും അതിനോടൊപ്പം തന്നെ അതാണ്ട് തറയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കിടിലം വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് എന്താ ഓക്കെ നല്ല രസമുണ്ടല്ലേ. സ്കൈ കാണാൻ അടിപൊളി, ഒരു രക്ഷയില്ല. ഓക്കെ സുന്ദരമായി തെളിഞ്ഞ സ്കൈ ആണ്. അയ്യോ നല്ല വെയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്താറായി. നമ്മളിതാ ഇപ്പോൾ പോകുന്നത് ഒരു ചെക്ക് പോസ്റ്റാണ്, പോലീസ് ചെക്ക് പോസ്റ്റ്. ഇതുവഴി കയറി വേണം പോകാൻ. ജെൻസിനും ലേഡീസിനും പ്രത്യേകം ക്യൂ ആണ്. നമുക്ക് ഇവിടുന്നേ മണ്ടക്കോട്ടൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അങ്ങോട്ട്. എന്താണെന്നൊരു പിടുത്തമില്ല. വൈഷ്ണവി ദേവി ടെമ്പിളിൻ്റെ അടുത്ത് എത്താറായോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇനിയും കുറേ പോകാനുണ്ടെന്ന് പറഞ്ഞ്. ഇനി അളിയെ നമ്മളെ പറ്റിച്ചാണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് തിരക്കി നോക്കാം. വെയിറ്റ്. അപ്പോൾ നമ്മളിത് ഇനി പോകേണ്ടത് ഇതുവഴിയാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ കറക്റ്റാണ്. നമുക്ക് മുകളിൽ കണ്ട് അവിടെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ കണ്ട് ഇനി ഇതുവഴി വേണം പോകാൻ. കുറേ ഒരു 6 കിലോമീറ്ററിനടുത്ത് ഇനി നമുക്ക് ഇതുവഴി സഞ്ചരിക്കാനുണ്ട്. ഈ വഴി അതോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മളിത് നടന്നു വരുന്ന വഴിക്ക് നമുക്ക് 2 കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് വേണ്ടേ, ഇവർ 2 പേരുമാണ് കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് കിട്ടിയാണ്. ഞാൻ ചേട്ടനെ നേരത്തെ കണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയുടെ ക്യാമറ അവിടെ പിടിച്ചു വെച്ചു. ദൈവം സഹായിച്ച് എൻ്റെ ക്യാമറ അത്ര പിടിച്ചു വെച്ചില്ല. രഞ്ജിത. അപ്പോൾ 2 പേരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഇനി മണ്ടക്കോട്ട് കയറാൻ പോവുകയാണ്. പിന്നെ അപ്പോൾ ഇനി കുറേ പോകാനുണ്ട്. നമ്മൾ പകുതി എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരുപാട് പോകാനുണ്ട് ഇവിടുന്ന്. ഇവിടെ എന്താണ് സംഭവം എന്നറിയില്ല. ഇപ്പോൾ 2ാമത്തെ ചെക്ക് പോസ്റ്റാണ് കയറാൻ പോകുന്നത്. അടുത്ത ചെക്ക് പോസ്റ്റിലൂടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ദേവി ടെമ്പിളിൽ എത്തിയില്ല. ഇവിടെ എപ്പോൾ എത്തുമെന്തോ, കുറേ ഉണ്ട് പോകാൻ. അയ്യോ. ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയാണ് ഹിംകോട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ നിൽക്കുന്ന ഹിംകോട്ടി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇവിടുന്ന് ഇനി കണ്ട ഇത് നോക്കി അങ്ങ് പോവാണ്. നേരെ പോകണം കുറേ. അങ്ങനെ ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ പുള്ളിക്കാരി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേര് കുഴഞ്ഞ് തറയെന്ന് ഒറ്റ കയറി വന്ന് നല്ല രീതിക്ക് കുഴഞ്ഞ് എല്ലാവരും. ഇതാ ഇപ്പോൾ എനിക്കൊരു കുത്തി നടക്കാൻ ഒരു വടിയും കിട്ടി. 1 കിലോമീറ്റർ കൂടെ
പോയി കാണട്ടെ. ഇത് കാശ്മീർ സൈഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ജമ്മു കാശ്മീർ സൈഡ് ആയതുകൊണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര ചെക്കിംഗ് ആണ്. കാര്യം 4-5 തവണ ഇപ്പോൾ തന്നെ ഈ വരുന്ന വഴിക്കകത്ത് തന്നെ ചെക്കിങ് നടന്നിട്ടുണ്ട്. ഇപ്പം ദേവി ടെമ്പിളിൻ്റെ അടുത്തോട്ട് എത്താറായപ്പോൾ വീണ്ടും ബാഗെല്ലാം നമ്മളെ സ്കാനറിനകത്തൂടെ കയറ്റിക്കൊണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദേഹപരിശോധന, അങ്ങനെ ഒരു 4-5 തവണയെങ്കിലും ഇപ്പം ചെക്കിങ് കഴിഞ്ഞാണ്. ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് ദർശനത്തിന് കയറണം. ക്യൂ കാണും ചിലപ്പോൾ, നോക്കട്ടെ. അകത്ത് ക്യാമറ അലോ ചെയ്യുവാണെങ്കിൽ അകത്ത് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയത്തില്ല ഇവിടുത്തെ, ഞാൻ ആദ്യമായിട്ട് വരുമല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അങ്ങനെ നമ്മളിതാ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ക്യാമറ അലോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അകത്തോട്ട് കയറും. അപ്പോൾ ഞങ്ങളിത് ബാഗ് കൊണ്ടുവന്ന് ഇതെല്ലാം കൊണ്ട് വെക്കണം. ഫോണും ക്യാമറ ഒന്നും അകത്തോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റുന്നൊരു സ്പോട്ട് ഉണ്ടോ എന്ന് തപ്പാണ്. എന്നിട്ട് വേണം ദർശനം കാണാൻ അകത്തോട്ട് കയറാൻ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഫോണ് കാര്യങ്ങൾ ഒന്നും അകത്തോട്ട് കയറ്റത്തില്ല. അത് സ്വിച്ച് ഓഫ് ആക്കിയാൽ എന്താക്കിയെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറ്റത്തില്ല. അതാണ് സംഭവം. 6 മണി മുതൽ 9 മണി വരെയാണ് ദർശന സമയമൊക്കെ. അതെന്ന് വെച്ചാൽ ഇപ്പം ദർശനത്തിൻ്റെ സമയമാണ്. നമുക്ക് അകത്തോട്ടേക്ക് പോകണം. 6 മണി ആകുമ്പോഴത്തേക്ക് ദർശനത്തിൻ്റെ ഇതൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് അറിയത്തില്ല. അന്നേരം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് ബാഗ് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. അതാണ് മെയിനായിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി എല്ലാവരും ആണ്ട് പ്രസാദമൊക്കെ തൊട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ആണ്ട് തല കെട്ടിയേക്കുന്നുണ്ട്. ഞാൻ അഴിച്ചു കളഞ്ഞ്. അകത്ത് കയറുന്ന വലിയ ടാസ്ക്കാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പേഴ്സ് പാടില്ല, ബെൽറ്റ് പാടില്ല, ഫോൺ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് എന്താ അവിടെ ഒരു ലോക്കർ എടുത്തായിരുന്നു. അവിടെ കൊണ്ട് ലോക്ക് ചെയ്തു. നമ്മൾ നേരെ നമ്മുടെ വൈഷ്ണവി ദേവി ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തറയിൽ വരുമ്പം ഗർഭസ്ഥൻ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം വയറിനകത്ത് ഗർഭാശയം എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. നമ്മുടെ വൈഷ്ണവി ദേവീനെ ശക്തിമാത പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഡെവിള് നമ്മുടെ ചെകുത്താൻ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ചെകുത്താൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടിക്കാൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരി പറഞ്ഞു തന്നിട്ടുള്ള അറിവാണിത്. പുള്ളിക്കാരിക്ക് അതിനെപ്പറ്റിയൊക്കെ നല്ല അറിവാണ്. പുള്ളിക്കാരിയാണ് എനിക്കത് പറഞ്ഞു തന്നെ. അന്നേരം അവിടെ കയറി ഒളിച്ചിരുന്നു 9 മാസം അവിടെയാണ് ഒളിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. വളരെ ഇടുങ്ങിയതും കുഞ്ഞതുമായ ഒരു വഴിയാണ്. ഒരാൾക്ക് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ അതിനകത്തൂടെ കയറി പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അതിനകത്തൂടെ കയറി ഒന്ന് ഇറങ്ങിയിട്ട് വന്നത്. പുള്ളിക്കാരി ടിക്കറ്റ് എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്നെയും കൂടെ എന്തായാലും കൂടെ കൂട്ടിയതുകൊണ്ട് എനിക്കും കയറാൻ പറ്റി. അപ്പോൾ അതൊക്കെ കണ്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല അവിടെ നമ്മൾ അതിനകത്തൂടെ കയറി പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടിച്ച് അതിനകത്തുനിന്ന് ന്യൂന്ന് ഇറങ്ങി പോകാനുള്ള വഴിയേ ഉള്ളൂ. നിരങ്ങി ന്യൂന്ന് ഇറങ്ങി വേണം അതിനകത്തൂടെ പോകാൻ. ആ സമയത്ത് നമുക്ക് അതിനകത്ത് വെള്ളം പോകുന്നതിൻ്റെ ആ ഒരു ഇത് കേൾക്കാൻ പറ്റും, ശബ്ദം കേൾക്കാൻ പറ്റും, ജലതരംഗം കേൾക്കാൻ പറ്റും. അതങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ വെള്ളം പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് നവരാത്രി ടൈമാണോ, നവരാത്രി ടൈമൊക്കെ ആകുമ്പം അത് മൊത്തം വെള്ളം നിറയപ്പെടും അതിനകത്ത് വന്ന്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. നമ്മൾക്ക് വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും അതിനകത്ത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ.